സർ, മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാവായ ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ ED പരിശോധന നടത്തി വരികയാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് സാർ ഇതിൻ്റെ കാരണം? ഗോകുലം ഗോപാലിനെ മനഃപൂർവ്വം വേട്ടയാടുകയാണോ ED? വേട്ടയാടിയാൽ എന്താ, വേട്ടയാടട്ടെ, കുഴപ്പമില്ലല്ലോ. അദ്ദേഹം കള്ളമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണ്ടേ? ED എൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ, എനിക്കൊരു പേടിയില്ല, വന്നോട്ടെ, ഞാൻ വെൽക്കം ചെയ്യുന്നു. അവർക്ക് ചായയും കൊടുക്കും, കടിയും കൊടുക്കും. കാരണം എനിക്ക് സുതാര്യമായിട്ടുള്ള ഏർപ്പാടുകൾ മാത്രമേ ഉള്ളൂ, അതാര്യമായിട്ടൊരു ഏർപ്പാടുമില്ല. അതുകൊണ്ട് നമ്മളെന്തിനാണ് ഇതിനെ ഭയക്കുന്നത്? ED വന്ന ഉടനെ, ED എന്ന് പറഞ്ഞാൽ തീവ്രവാദികളൊന്നും അല്ലല്ലോ, നിയമപരമായിട്ട് പിന്നെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. തെളിവില്ലാതെ ഒരാൾക്കെതിരെയും നടപടിയെടുക്കാൻ പറ്റില്ല. ED കുടുക്കി എന്ന് പറയുന്നത് ഈ അവരുടെ കള്ളത്തരം മറച്ചു വയ്ക്കാൻ ഓരോരുത്തരും നടത്തുന്ന ശ്രമങ്ങളാണ്. ഗോകുലം ഗോപാലൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സംഭവിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സിനിമ അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിൻ്റെ സോഴ്സുകളെക്കുറിച്ച് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. സത്യമാണോ എന്ന് നമുക്കറിയില്ല. ഖത്തർ ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫണ്ടുണ്ട്, തീവ്രവാദികൾക്ക് വേണ്ടിയുള്ളൊരു ഫണ്ടാണ്. ആ ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം. പൃഥ്വിരാജിനെതിരെ വളരെ ശക്തമായ ഒറ്റ കാര്യമേ ഉള്ളൂ, അക്കൗണ്ടബിൾ ആയിട്ടുള്ള പണം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, അതോ ഗോപാലൻ എങ്ങനെ സമ്പാദിച്ച പണമാണിത്? നമുക്കറിയാമല്ലോ, ഗോകുലം ഗോപാലൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അദ്ദേഹം വെറും ഒരു ചിട്ടിക്കാരൻ മാത്രമായിരുന്നു തമിഴ്നാട്ടിൽ. ഗോപാൽ അതിൻ്റെ പരസ്യം നമ്മൾ ചെന്നൈ പോകുമ്പോൾ അതിൻ്റെ പരസ്യങ്ങൾ ചിട്ടി ഫണ്ട്സ് എന്ന് പറഞ്ഞ് കാണാം, ചെറിയ ബോർഡ്. ഇപ്പം അങ്ങനല്ല, ഒരു വിശാലമായ സാമ്പത്തിക സാമ്രാജ്യത്തിൻ്റെ ഒരു ടിക്കൂണിൻ്റെ വരുമാന സ്രോതസ്സും അസറ്റുകൾ, അത് ക്യാപിറ്റൽ ഞാൻ പറയുന്ന അസറ്റുകൾ ഇപ്പോൾ ഇദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ അത്രയും അസറ്റുള്ള ഒരു വ്യക്തി ഇങ്ങനൊരു സിനിമയുടെ കോടിക്കണക്കിന് മൾട്ടി ക്രോഡ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സിനിമ ചെയ്തു. ആ സിനിമയുടെ നേരത്തെ ഉണ്ടായിരുന്ന ലൈക്ക എന്നൊരു പറഞ്ഞൊരു ഏജൻസി, വിതരണ കമ്പനി, ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യണമെങ്കിലും നല്ല പണമുള്ള സ്ഥലം വേണം. അതെ അതെ. ലൈക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈക്ക എന്ന് പറഞ്ഞാൽ ഒരു സോവിയറ്റ് യൂണിയൻ സ്പേസിലേക്ക് അയച്ച ആദ്യത്തെ നായയുടെ പേരാണ്. LYK, ലൈക്ക എന്ന് പറയുന്നത് ആകാശത്തിലേക്ക് അയച്ച നായയുടെ പേരാണ് പലർക്കും. ഞാനൊരു മെഡിക്കൽ കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും പേര് ലൈക്ക എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത്. ലൈക്ക നായയുടെ പേര് നമ്മളാരും ഓർക്കുകയില്ല. ഗോദ്രയിൽ മരിച്ച ആൾക്കാരുടെ പേര് നമ്മൾ ഓർക്കാത്തതുപോലെ തന്നെ ഇത് പേരുകൾ നമ്മൾ ഓർക്കാറില്ലല്ലോ. ഞങ്ങൾ ബജരംഗ് ബലി, ആ പേരുകളൊക്കെ, ബജരംഗി, അതൊക്കെയല്ലേ ഓർക്കൂ. ഗോദ്രയിൽ മരിച്ച ഒരൊറ്റ സ്ത്രീയുടെ കുട്ടിയുടെ പേരാർക്കെങ്കിലും ഓർമ്മ? ഒറ്റയാളുടെ പേരാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? പാർലമെൻറ്റിലോ പുറത്തോ പത്രങ്ങളിലോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ലൈക്ക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പട്ടി, നായേ. ഇപ്പം നമ്മളിപ്പോൾ അടുത്തിടെ പോയിട്ട് സുനിത വില്യംസ് അതുപോലെയുള്ള എത്രയോ പേരുകൾ നമ്മൾ ആവർത്തിച്ച് ഹീറോകളാക്കിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ട് അവിടോട്ട് പോയിട്ട് ജീവനോടെ തിരിച്ചു വന്ന ഒരു നായ നമ്മൾ മറന്നു. നന്ദികേടാ. മനുഷ്യരോട് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്ന ഒരു മൃഗത്തോട് നമ്മൾ ചെയ്യുന്ന നന്ദികേട്. അതുകൊണ്ട് ഇതിൽ കൂടിയെങ്കിലും ലൈക്കയെ നമ്മൾ അറിഞ്ഞത് വളരെ സന്തോഷകരം. പക്ഷേ ഈ ലൈക്ക ഈ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് പിന്മാറി. അപ്പോൾ അവർക്ക് എന്തോ തുമ്പ് കിട്ടിയിട്ടുണ്ട് സിനിമയുടെ ഷോഡി ഡീൽസിനെ കുറിച്ച്, നെഫേരിയസ് ഫിനാൻഷ്യൽ പ്രാക്ടീസിനെ കുറിച്ച്. അതുകൊണ്ട് ഇപ്പോൾ ഈ അന്വേഷണം വന്നിരിക്കുന്ന ഫെമ എന്ന് പറയുന്ന വിദേശ ധന വിനിയോഗ പരമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെമ, FEMA പ്രകാരമുള്ള ഒന്നാണ്. ഇതിപ്പം BJP ഗവൺമെൻറ് കൊണ്ടുവന്നതല്ല, പണ്ടേ നിലവിലുള്ളതാണ്. അത് പ്രകാരമുള്ള സാമ്പത്തിക ക്രമയുടെ വിദേശ ഇടപാടുമായിട്ടുള്ള അതിനനുസരിച്ചുള്ള ഒരു റെയ്ഡാണിപ്പോൾ നടക്കുന്നത്. അത് കോഴിക്കോട് ഓഫീസ് അവരുടെ ഉണ്ട്, ചെന്നൈ ഓഫീസിലുണ്ട്, കൊച്ചി ഓഫീസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഫ്ലവേഴ്സ് മീഡിയ സിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരിക്കുന്നത്, അത് ഓഡിറ്റഡും സുതാര്യവും കുഴപ്പമില്ലാത്തതാണെങ്കിൽ ഗോകുലം ഗോപാലിന് ഒരു പിരിമുറുക്കത്തിൻ്റെയും ആവശ്യമില്ല. ED ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ആ രേഖകൾ അവർ പരിശോധിക്കും. ഇപ്പോൾ ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ ഈ പൃഥ്വിരാജിൻ്റെ പുറകിൽ ഈ സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് വിദേശത്തുനിന്ന് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം, അത് ആരോപണമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അത് അന്വേഷിക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നു.
സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ പൃഥ്വിരാജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. വളഞ്ഞിട്ടൊന്നുമല്ല ആക്രമണം, അത് ജനകീയ അഭിപ്രായമാണ്, ജനങ്ങളുടെ അഭിപ്രായമാണ്. വേണ്ടേ സുതാര്യത? വേണ്ടേ അതിന്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്താ പ്രത്യേക അവകാശമുണ്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ? അയാൾ ആരാ? അന്വേഷണം നടക്കണം. അത് വ്യക്തിപരമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നല്ല, ജനങ്ങളുടെ അഭിപ്രായമാണത്. ഇത്രയും നാടിനെ വിഭജിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിനിമ കൊണ്ടുവന്നപ്പെട്ട് ഇദ്ദേഹത്തിനെ പിന്നെ തുതി പാടിക്കൊണ്ട് നടക്കുന്ന ചിലരുണ്ട്. ഇന്ത്യ രണ്ടായിട്ട്, കട്ടിങ് ദി സൗത്ത് എന്നും പറഞ്ഞ്, കട്ട് ദി ഇന്ത്യ, ബ്ലീഡ് ദി ഇന്ത്യ എന്നും പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ. അവർ മാത്രമേ, ജനകീയ ശക്തി മുഴുവൻ, ഇന്ത്യക്കാർ മുഴുവൻ ഈ സിനിമയെ എതിർക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കലാപരമായിട്ട് ഒരു ഗുണവും ഇല്ലാത്ത ഈ സിനിമ, പ്രൊപ്പഗാൻഡ സിനിമ എടുത്തു വെച്ചത്, ഒരു പൊളിറ്റിക്കൽ വെച്ചിട്ട് താനി പ്രൊപ്പഗാൻഡ. ഏതെങ്കിലും ഒരു നിരൂപകൻ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മീഡിയക്കോ കലാമൂല്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ പരിതാപകരമാണ്. ഗ്രാഫിക്സ് കൊള്ളാൻ, പണം ലേറ്റസ്റ്റ് ടെക്നോളജി ഭംഗിയായിട്ട് കൊടുത്തു. ടെക്നോളജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടെക്നോളജി അല്ല സിനിമ എന്ന് പറയുന്നത്. ടെക്നോളജി വേറെ, സിനിമ വേറെ, ആർട്ട് വേറെ, ക്രാഫ്റ്റ് വേറെ. ആർട്ടില്ല ഇതിൽ, ക്രാഫ്റ്റ് ഉണ്ട്, അതാണ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഖത്തർ ഫണ്ടിങ് ഒക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഇത് ഒന്നുകൂടെ ചോട്ടെ, പഥർ പഞ്ചലി എന്ത് പിന്നെ ടെക്നിക്കാലിറ്റി അതിലുള്ളത്? ഒന്നുമില്ല. ആർട്ടാണ്, സംവിധായകന്റെ കലയാണ്. അതാണ് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നത്. അല്ല ചുമ്മാ കുറച്ച് ടെക്നോളജി. പഥർ പഞ്ചാലി ഇപ്പോഴും വലിയ എന്നും ചർച്ചയായിരിക്കുന്ന ഒരു സിനിമയാണ്, വിവാദമായതുകൊണ്ട്. ഇത് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഖത്തർ ഫണ്ടിങ് എന്നുള്ളത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിരവധി തവണയായിട്ട് കേട്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അത് ആ അർത്ഥത്തിലാണോ ഗോകുലം ഗോപാലനെ പോലീസ് ഈ ED അദ്ദേഹത്തെ സമീപിക്കുന്നത്? കാരണം അദ്ദേഹം വിതരണം മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് നിർമ്മാണവുമായിട്ട്, ഈ സിനിമയുടെ നിർമ്മാണവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതായിട്ട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്കറിയില്ലല്ലോ. ഈ സിനിമ എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന താമര എന്ന് പറയുന്നത് BJPയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചെളിയിൽ വളരുന്നതാണ്. താമര പുഷ്പം കണ്ടാൽ നമ്മൾ കൊതിച്ചു, എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? പക്ഷെ അതിൻ്റെ കല, അതിൻ്റെ ചുവട്ടിലുള്ളത് ചെളിയാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്ന താങ്കൾ ഈ പറഞ്ഞ മനോഹരമായ ടെക്നോളജി വരുന്നതിൻ്റെ പിന്നെ ഈ സിനിമയുടെ മാത്രം കാര്യത്തിലല്ല, പലതിൻ്റെയും പേരിൽ സിനിമാ വ്യവസായം, ഹവാല പണം, സ്വർണ്ണക്കടത്തിൻ്റെ പണം വെളുപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള പല കള്ളങ്ങളുമുണ്ട്, ടാക്സ് വെട്ടിപ്പുണ്ട്, എല്ലാം നടക്കുന്ന. അത് നമ്മൾ കണ്ടല്ലോ, സെറ്റിലെ കള്ളങ്ങൾ നമ്മൾ കണ്ടല്ലോ, സെറ്റിലെ ബലാത്സംഗ ശ്രമങ്ങൾ നമ്മൾ വലിയ ആരാധിച്ചു പോകുന്ന നടന്മാർ നടത്തും. പൃഥ്വിരാജിനെതിരെ പോലും ഉണ്ടായിരുന്നു ആരോപണം, വൃത്തികെട്ട ആരോപണങ്ങൾ ഉണ്ട്. അവർക്കത് കുഴപ്പമായതുകൊണ്ട് പെണ്ണുങ്ങൾ സ്ത്രീകൾ പിന്മാറിയെന്നേ ഉള്ളൂ. കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി പേർക്കെതിരെ ആക്ഷേപങ്ങൾ. ഒരു വൃത്തികെട്ട ഫീൽഡാണിത്, അത്ര പരിശുദ്ധമൊന്നും അല്ല, ചെളിയാണിത്. പിരിയുന്നത് താമരയാണ്, നമ്മളത് മാത്രമേ കാണുന്നുള്ളൂ, ചെളി നമ്മൾ കാണുന്നില്ല. എന്ന് പറയുന്നത് ഇതിൻ്റെ ഫണ്ടിങ്ങും വളരെ ഷോഡി ഡീൽസാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അന്വേഷണം വേണം, സത്യം പുറത്തു വരട്ടെ. അദ്ദേഹം ശുദ്ധനാണെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം നമുക്ക് കൂടുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വരട്ടെ, നല്ല കാര്യം തന്നെയാണ്. എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പെട്ടെന്ന് ബഹളം വയ്ക്കരുത്, നിർണയത്തിലെത്താൻ നോക്കൂ. SFIO കേസിൽ എന്താ നടപടി എടുക്കാത്ത എന്നും പറഞ്ഞ് ചിലരൊക്കെ കയർത്തു കേന്ദ്രത്തിനെതിരെ. ഇപ്പോൾ കണ്ടില്ലേ ഒന്നും അന്വേഷണം, കുറ്റവാളി അങ്ങനെ രക്ഷപ്പെടില്ല. ഒന്നേ പറയാൻ, ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് പ്രശാന്ത്, എന്നേ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.